കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ ചർച്ചാ വിഷയം വികസനവും വാഗ്ദാനങ്ങളും മാത്രമല്ല, മറിച്ച് വോട്ടർമാരുടെ മുന്നിലെത്തുന്ന സ്ഥാനാർത്ഥികളുടെ പ്രായം കൂടിയാണ്. 81 വയസ്സുള്ള LDFന്റെ രാമചന്ദ്രൻ കടന്നപ്പള്ളിയും 80 വയസ്സുള്ള പിണറായി വിജയനും 78 വയസ്സുള്ള UDF സ്ഥാനാർത്ഥി തിരുവഞ്ചൂർ രാധാകൃഷ്ണനും 74 വയസ്സുള്ള പൂഞ്ഞാർ NDA സ്ഥാനാർത്ഥി PC ജോർജും ആറന്മുളയിലെ NDA സ്ഥാനാർത്ഥി 73 വയസ്സുള്ള കുമ്മനം രാജശേഖരനും 79 വയസ്സുള്ള അമ്പലപ്പുഴയിലെ സ്ഥാനാർത്ഥി G സുധാകരനുമൊക്കെ ഇത്തവണ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറ്റിവെക്കുന്ന സീനിയർമാരാണ്. എല്ലാ തവണയും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ സീനിയർ സ്ഥാനാർത്ഥികളുടെ പ്രായവും അധികാരമോഹവും ചർച്ചയാകാറുണ്ട്. ഇത്തവണ ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് ഏലത്തൂരിലെ NCP സ്ഥാനാർത്ഥിയായ AK ശശീന്ദ്രനാണ്. പ്രായത്തിന്റെ അവശതകൾ തളർത്തുമ്പോഴും ശശീന്ദ്രൻ വീണ്ടും ജനവിധി തേടുമ്പോൾ അത് അനുഭവ സമ്പത്തോ അതോ അധികാരത്തോടുള്ള അമിത ആഗ്രഹമോ എന്നതാണ് ചോദ്യം. സത്യത്തിൽ രാഷ്ട്രീയത്തിൽ വിരമിക്കൽ പ്രായം വേണ്ടേ? 80 കഴിഞ്ഞ ഒരാൾ ശാരീരികമായ അവശതകൾക്കിടയിലും വീണ്ടും 5 വർഷം കൂടി ജനപ്രതിനിധിയാകാൻ ഒരുങ്ങുന്നത് ശരിയാണോ? പുതിയ തലമുറയ്ക്ക് തെരഞ്ഞെടുപ്പുകളിൽ വേണ്ടത്ര ഇടം ലഭിക്കാത്തതിന് ഒരു കാരണവും ഇത്തരം സീനിയർ നേതാക്കന്മാർ മാറാൻ തയ്യാറാകാത്തതാണ്. ചില സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലെങ്കിലും പ്രായത്തിൻ്റെതായ അവശതകൾ ഭരണനിർവഹണത്തെയും മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളെയും ബാധിക്കുമെന്നതിൽ സംശയമില്ല. ഒരു വ്യക്തി തന്നെ പതിറ്റാണ്ടുകളോളം അധികാരത്തിൽ തുടരുന്നത് ജനാധിപത്യത്തിന് ഗുണകരമാക്കാനുള്ള സാധ്യതയും കുറവാണ്. പ്രായം എന്നത് കേവലം ഒരു അക്കം മാത്രമാണെന്നും രാഷ്ട്രീയത്തിൽ പ്രായത്തേക്കാൾ പ്രധാനം അനുഭവ സമ്പത്തും ജനപിന്തുണയുമാണെന്നുമാണ് ശശീന്ദ്രനെ അനുകൂലിക്കുന്നവർ വാദിക്കുന്നത്. 1962 KSUവിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച ശശീന്ദ്രൻ ഏലത്തൂർ മണ്ഡലത്തിൽ നിന്ന് തന്നെ 3 തവണ തുടർച്ചയായ നിയമസഭാംഗമായ വ്യക്തിയാണ്. അങ്ങനെ മൊത്തം 6 തവണ നിയമസഭാംഗം ആയ ആൾ. കഴിഞ്ഞ 2 ടേമുകളിലും പിണറായി മന്ത്രിസഭയിൽ മന്ത്രിയുമായി. മുന്നണിയെ സംബന്ധിച്ച് പ്രായമോ ഭരണശേഷിയോ അല്ല, മറിച്ച് വിജയസാധ്യതയുള്ള ഒരു സ്ഥാനാർത്ഥിയായിരുന്നു ഏലത്തൂരിൽ വേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടും സ്ഥാനാർത്ഥിത്വം തനിക്ക് തന്നെ വേണമെന്ന ശശീന്ദ്രന്റെ പിടിവാശിക്ക് പാർട്ടി കൂട്ടുനിന്നത്. പ്രായത്തിന്റെ കണക്ക് നോക്കിയാൽ VS അച്യുതാനന്ദനാണ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കൂടിയ സ്ഥാനാർത്ഥി. 2016 92-ാം വയസ്സിൽ മലമ്പുഴയിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയായി മത്സരിച്ച അച്യുതാനന്ദൻ അന്ന് 27,142 വോട്ടുകൾക്കാണ് വിജയിച്ചത്. ആഗോളതലത്തിൽ തന്നെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പ്രായം വലിയ ചർച്ചയാണ്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും നാം ഇത് കണ്ടു. ഇന്ത്യയിലെ പല രാഷ്ട്രീയ പാർട്ടികളും 75 വയസ്സ് എന്ന ലക്ഷ്മണരേഖ വയ്ക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പ്രായോഗികമായി അത് നടപ്പിലാക്കാൻ പലപ്പോഴും സാധിക്കാറില്ല. യുവാക്കൾക്ക് അവസരം നൽകണമെന്ന മുറവിളി ശക്തമാകുമ്പോഴും സീനിയർ നേതാക്കളുടെ സ്വാധീനം പാർട്ടികൾക്ക് തള്ളിക്കളയാനാവില്ല. AK ശശീന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വ്യക്തിക്കെതിരെയുള്ള വിമർശനമല്ല, മറിച്ച് മാറുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ സൂചനയാണ്. പ്രായത്തിന്റെ അവശതകളാണോ അതോ അനുഭവത്തിന്റെ കരുത്താണോ ഏലത്തൂർ വോട്ടർമാർ പരിഗണിക്കുക? ചോദ്യങ്ങൾ പലതാണ്. പക്ഷേ അന്തിമ വിധി എഴുതേണ്ടത് ജനങ്ങളാണ്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് ഫലം ഈ ചോദ്യത്തിനുള്ള കൃത്യമായ മറുപടിയാകും.